ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ പുറത്തൊന്നും പോണില്ല. കാര്യം ഞാനും സാക്കും ഉള്ള ഞങ്ങളങ്ങനെ രണ്ടുപേരും ഉള്ളപ്പോൾ അങ്ങനെ പുറത്തു പോകാറില്ല. ഇന്ന് ബാലുവിന് വർക്കുണ്ട്. അപ്പം ഞാൻ എൻ്റെ കുട്ടി ഇന്ന് ഞാൻ എന്തൊക്കെ കഴിക്കണം അതായിരിക്കും മെയിൻ. അല്ലാതെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഇന്നത്തെ ദിവസം അങ്ങനെ ആയിരിക്കും. അപ്പം ഞാൻ രാവിലെ കോഫി കുടിച്ചായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു 8 o'clock ആയപ്പോഴെന്തോ എഴുന്നേറ്റത്. അതിനു മുമ്പ് ഞാൻ എഴുന്നേറ്റത് ഒരു 2 o'clock എന്തോ എഴുന്നേറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കിടന്നുറങ്ങി. അങ്ങനെ 8 o'clock ആയപ്പോൾ എഴുന്നേറ്റ് സംഭവങ്ങൾ ചായയൊക്കെ കുടിച്ച് ബാലു വർക്കിനൊക്കെ പോയി. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 11 o'clock കഴിഞ്ഞു. ബട്ട് ഇപ്പോഴാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കഴിക്കാറുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു. അപ്പോൾ ഇപ്പം ഞാൻ കഴിച്ചു തുടങ്ങി. ബട്ട് ഇപ്പോൾ 11 o'clock ആയി. അപ്പം ഞാനപ്പോൾ ഇന്ന് ഏത്തപ്പഴം നെയ്യിലിട്ട് വാട്ടി കഴിക്കണേന് ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്ന് അറിയാമോ? പണ്ട് എന്നെ വണ്ണം വെക്കാൻ, ഇപ്പോഴും വലിയ വണ്ണമൊന്നുമില്ല, ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കുന്നത്. പണ്ട് എന്നെ വണ്ണം വെപ്പിക്കാൻ വേണ്ടി ഈ സംഭവം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഏത്തപ്പഴം. പക്ഷേ എനിക്കിപ്പോൾ ഇത് കണ്ടപ്പോഴേ ഏത്തപ്പഴം ടെസ്കോലൊന്നും കിട്ടില്ല, വേറെ ഒരു ഷോപ്പിൽ കണ്ടപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് കൊതിയായി ഏത്തപ്പഴം. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം നെയ്യിലിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അന്നത്തെ പോലെ. പക്ഷെ അന്ന് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം എനിക്ക് എന്താ ഇഷ്ടം, വണ്ണം വെക്കാനൊന്നുമല്ല കേട്ടോ, എനിക്ക് ഇങ്ങനെ തന്നെ ഇരിക്കാനാണ് ഇഷ്ടം. അന്ന് ഞാൻ ആരും പറയണത് വലിയ മൈൻഡൊന്നും ആക്കൂലായിരുന്നു. അപ്പം കുറച്ച് വണ്ണം വെക്കണമെന്നൊക്കെ അപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണോ അത് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം അങ്ങനെ പറയാറില്ല. പണ്ട് പറയാമായിരുന്നു വണ്ണം, അയ്യോ ഇതെന്ത് പോലും പലതും കേട്ടിട്ടുണ്ട് ഞാൻ. ഈ എന്താ ബോഡി ഷേമിംഗ് എന്നാണ് ഇപ്പോൾ പറയണത്. അപ്പോൾ അങ്ങനെ പലതും കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പം ഞാൻ അന്നും വലിയ കെയർ കൊടുക്കില്ല ഞാൻ. അപ്പം പക്ഷേ ഒരിത്തിരി നമ്മുടെ മനസ്സിലുണ്ടാവുമല്ല, അയ്യോ ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ. അപ്പം എനിക്ക് ഉണ്ടായിരുന്നു ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അയ്യോ എന്തൊരു ക്ഷീണമായിരിക്കും, ഈ നൈസ് തുണിയുള്ള ഡ്രസ്സൊക്കെ ഇല്ലേ. ഞാനിപ്പോൾ അതൊക്കെ ഇടാറുണ്ട്, ഭയങ്കര നൈസുള്ള. പക്ഷേ ഇപ്പം ഞാൻ കോൺഫിഡൻ്റ് ആണ്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ അത് കെയറേ ചെയ്യൂല. അല്ലെങ്കിൽ ഞാൻ വണ്ണം അയ്യോ എൻ്റെ ഇങ്ങനെ എന്താണ് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് ഞാനിപ്പം. അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ നമ്മളിപ്പോൾ കുറച്ച് ഓവർ കഥയായിപ്പോൾ അല്ലേ. അപ്പം ഞാൻ ഏത്തപ്പഴം വാട്ടി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. സാക്കൂന് ഞാൻ കോൺഫ്ലെക്സ് ആട്ടോ ഇന്ന് കൊടുത്തത്. കോൺഫ്ലെക്സ് അല്ല, സോറി, ചോക്കോസാണ് കൊടുത്തത്. അപ്പം ഞാൻ ഇപ്പം 11 o'clock ആയി, എൻ്റെ ഇത് കഴിക്കട്ടെ. ഞാൻ ഇവിടെ വെച്ച് എടുക്കാമെന്ന് വെച്ചാൽ എൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ ഗിംബൽ വാങ്ങിച്ചിട്ട് അത് യൂസ് ചെയ്യാൻ പഠിച്ചിട്ടില്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് ഞാൻ അതെടുത്ത് ഇവിടെ വെച്ച് ഞാൻ കഷ്ടപ്പെടണില്ല. ഞാനിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഞാനിവിടെ വെച്ച് നോക്കാം. ലൈക്ക് കണ്ടോ, ഇവിടെ വെച്ച് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇവിടെ വെച്ച് അങ്ങനെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ കഴിക്കുമ്പോൾ കാണിക്കാം. എനിക്ക് ഇവിടുത്തെ ലൈറ്റിങ് കറക്റ്റാണോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പക്ഷേ കാര്യം എന്താ വെച്ചാൽ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് ലൈറ്റ് ഭയങ്കര കുറവായിരിക്കും. രാവിലെ പോലും ലൈറ്റ് ഉണ്ടാവില്ല, മോർണിംഗ് പോലും ഇവിടെ ലൈറ്റ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കാം. ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ വെച്ചേക്കണേ. യെസ്. നൈസായിട്ട് അരിഞ്ഞ് എന്തോ കൊതി കൊണ്ട് വാങ്ങിച്ചതാണ് ഞാൻ ആദ്യം. അപ്പം ഒരെണ്ണം ഞാൻ അതേപോലെ ഒരു ഈവനിങ് കഴിച്ചു. ഇതിപ്പോൾ ഞാൻ രാവിലെ സാക്ക് ഇതൊന്നും കഴിക്കില്ല കേട്ടോ. പിന്നെ ഞാൻ പൊതുവേ കഴിക്കാത്തത് നിർബന്ധിച്ച് കഴിക്കുന്ന പോലെ കൊടുക്കാറില്ല, അത് വേറെ കാര്യം. എനിക്ക് ചിലപ്പോൾ അങ്ങനെ എനിക്കറിയില്ല, ഞാനങ്ങനെ കൊടുക്കാറില്ല. അപ്പം അവന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവനിത് കൊടുക്കില്ല. ഞാൻ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് കഴിക്കും. പിന്നെ ഞാൻ കുറച്ച് യൂട്യൂബിൽ ആക്റ്റീവ് ആവാൻ ശ്രമിക്കണേണ്. അതുകൊണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ആക്റ്റീവ് അല്ല ഞാൻ. അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലായിരുന്നു ആക്റ്റീവ്. ഇപ്പം യൂട്യൂബ് കുറച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി പുറത്തേക്കുന്ന കുറച്ച് ഇതൊക്കെ നിങ്ങൾ മൈൻഡ് ചെയ്യണം. അതായത് എല്ലാം ഞാൻ നമ്മൾ സൂക്ഷിച്ച് വെച്ചതാണ്. ബിക്കോസ് നമ്മൾ മൂവ് ചെയ്യുമ്പം എളുപ്പമാണല്ലോ. നമ്മളിപ്പോൾ ഫ്രയർ ആണെങ്കിലും മൈക്രോവേവ് ആണെങ്കിലും അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാൻ എളുപ്പമായതുകൊണ്ട് നമ്മൾ പെട്ടികളൊന്നും കളയാതെ ഞങ്ങൾ പൊക്കത്തന്നെ എടുത്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് കുറച്ച് അങ്ങനെ, അതുകൊണ്ടാണ് അതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ആൻഡ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇനി വെനസ്ഡേ ആൻഡ് സാറ്റർഡേ നമ്മൾ ഇതേപോലെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്, വീഡിയോസ് ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അത് ഞാനപ്പോൾ എടുക്കുന്നുണ്ട്.
വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫും പിന്നെ സ്കിൻ കെയർ അല്ലെങ്കിൽ മേക്കപ്പ് വ്ലോഗ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്യാറ് കൂടുതൽ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ എന്നെക്കുറിച്ചുള്ള വീഡിയോസ്, പിന്നെ ഞാൻ ഇതേപോലെ കുറച്ച് വിശേഷങ്ങളും അങ്ങനെയൊക്കെ പറഞ്ഞ് എടുക്കുന്ന വീഡിയോസൊക്കെ എടുക്കും. കാര്യം ഞാനിവിടെ വന്ന കഥയും ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ എനിക്ക് പയ്യെ പയ്യെ പറയാം ഞാൻ കേട്ടോ. ഓരോ വീഡിയോയിലൂടെയും എന്നെക്കുറിച്ചും നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ പറ്റും. കാര്യം എപ്പോഴും നിങ്ങൾക്ക് ഞാൻ റിവ്യൂ വ്ളോഗ്, ഷോപ്പിംഗ് വ്ളോഗ് അതൊക്കെയാണ് ഇടണത്. പിന്നെ ഞാൻ അന്ന് കുറേ വ്ളോഗ് സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിരുന്നു ലണ്ടനിൽ പോയപ്പോൾ. ബട്ട് ദ പ്രോബ്ലം എല്ലാം പോയി. വീഡിയോ ബാലുവിൻ്റെ ഫോണിലായിരുന്നു, ബാലു എല്ലാം ഡിലീറ്റാക്കി ഞാൻ എൻ്റെ ഫോണിലാക്കിയെന്ന് വിചാരിച്ചു. എനിക്ക് അറിയില്ല, ബാലു പറഞ്ഞ് ഡിലീറ്റ് ആക്കിയെന്നാണ്. സോ അധികം ചെക്ക് ചെയ്തിട്ടില്ല. ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഞാൻ പിന്നെ അത് അപ്ലോഡ് ചെയ്യണ്ടല്ലോ, ക്രിസ്മസ് ടൈമിലെ വീഡിയോ ആണ്, അപ്പോൾ അത് അപ്ലോഡ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളും ചോദിച്ചൊരു വീഡിയോ ഉണ്ട്, അപ്പോൾ അത് ഞാൻ ചെയ്യാം, എന്തായാലും അടുത്ത് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് എന്തും കണ്ടിട്ടാണെന്ന് അറിയാമോ? പെപ്പാ പിഗ് കണ്ട് സാക്കിൻ്റെ ഒപ്പം. ഇതാണ് അവസ്ഥ. പെപ്പാ പിഗ് പിന്നെ എന്താ ബ്ലൂയി ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഓരോന്ന് ചെയ്യണത്. ഇവിടെ ഞാൻ ടി വിയിലൊന്നും കാണാറില്ല. അവൻ്റെ ഒപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൻ കാണുന്നത് എന്താന്ന് വെച്ചാൽ അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കും. ഞാനും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കണേനും. ഉച്ച കഴിഞ്ഞു, ലൈക്ക് 3 o'clock 4 o'clock ആയി. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോഴാണ് കഴിക്കാൻ പോണത്. ഇന്നലത്തെ ബിരിയാണി റൈസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കുറച്ച് ക്രീമി മഷ്റൂമും ചിക്കനും കൂടിയാണ് കഴിക്കാൻ പോണത്. കഴിക്കണമൊന്നും ഞാൻ കാണിക്കണില്ല. ഞാൻ അപ്പോൾ കിടന്ന് വീട്ടിലൊക്കെ വിളിച്ചു. ഇന്ന് സാറ്റർഡേ ആണല്ലോ, അപ്പോൾ കുറച്ച് നേരം റീൽസൊക്കെ കണ്ട്, ആകെ കിട്ടാൻ ഒരു സാറ്റർഡേയാണ്. റീൽസൊക്കെ കണ്ട് ഇങ്ങനെ കിടക്കണമായിരുന്നു. ഉള്ളിൽ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് അല്ലെങ്കിൽ യൂട്യൂബും ഇത് രണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ കഴിച്ചിട്ട് കാണാം. This is my book. It's a wicked rabbit. I don't know its name. It's a wicked rabbit. I just see it's a rabbit. Where is the fox? I see a fox. I see his tail. I see his tail and I see his head. And I see his eyes. I see his ears. And where's the rabbit? Where is it? I don't know. Who's shaking all this? A rabbit? സോ ഇപ്പോൾ ഇവിടെ നൈറ്റായി. ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ കുറേ ഒന്നും എടുത്തില്ല. ഞാനപ്പം ജസ്റ്റ് എനിക്ക് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പം ബെഡൊക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ വാഷ് ചെയ്ത് പുതിയ ബെഡ്ഷീറ്റൊക്കെ ഇടണേന്. ഇന്ന് സാറ്റർഡേ ആണല്ലോ, അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്യണമായിരുന്നു ഞാൻ. അപ്പം സ്പെഷ്യലായിട്ടൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്പെഷ്യലായിട്ട് സൂൺ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം. ഇപ്പം എനിക്ക് സ്പെഷ്യലായിട്ട് സാറ്റർഡേ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വെറുതെ ഞാൻ കിടക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യും, ഫുഡ് കഴിക്കും, ഇതൊക്കെ തന്നെയാണ്. കാര്യം വർക്കില്ലാത്തൊരു ദിവസമാണ്. അപ്പം ഞാൻ വീഡിയോസ് പ്ലാൻ ചെയ്യണുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പറഞ്ഞ കണ്ടൻറ്റും അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ മര്യാദയ്ക്ക് വീഡിയോസ് ഇടാൻ ഇപ്പം അത് സ്റ്റാർട്ട് ചെയ്തു. ഞാനിപ്പം ആദ്യത്തെ ഒരു വീക്കത്ത് സെറ്റായ കാര്യം. ഞാൻ ഷോർട്സ് വീഡിയോ ഇട്ടിട്ട് എനിക്ക് ലോങ് വീഡിയോ സത്യം പറഞ്ഞാൽ എങ്ങനെ ഇടണ്ടേന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പഠിച്ച് തന്നെയാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കാം. ആൻഡ് ഐ എം സോ ഹാപ്പി. എനിക്ക് കുറച്ച് സപ്പോർട്ടെങ്കിലും എനിക്ക് കുറച്ച് സപ്പോർട്ട് മതി. ഞാൻ കൂടുതലൊന്നും പ്രതീക്ഷിക്കണമെന്നില്ല. കാര്യം എനിക്ക് അതിൽ കൂടുതൽ ഞാൻ പ്രതീക്ഷയിൽ കൂടുതൽ എനിക്ക് യൂട്യൂബിൽ നിന്ന്, അതിൽ കൂടുതൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുവരെ അറിയാത്ത ആൾക്കാരില്ലെന്ന് ലൈക്ക് എനിക്ക് പറഞ്ഞ ഓരോ കമൻറ്റും അതെന്നെ സോ ഹാപ്പി ആക്കാറുണ്ട്. അതെന്നെ അറിയാത്തവരാണ് എനിക്ക് കൂടുതൽ മെസ്സേജ് ആയിരുന്നു. ആരാവുന്ന പോലെ എനിക്കറിയില്ല. ഇവിടെ കാണുമ്പോൾ നമുക്കൊരു അറിയാത്ത ആൾക്കാരാവാം. സാക്കെന്നെ വിളിക്കാറുണ്ട്. എന്താ സാക്കു? അപ്പം ഞങ്ങൾ സ്റ്റോറിയൊക്കെ വായിക്കണമായിരുന്നു. സാക്കിൻ്റെ ഫുഡ് ഇപ്പം സെറ്റാവും. സാക്കിൻ്റെ സ്പെഷ്യലായിട്ട് സാക്കിന് നൂഡിൽസ് കൊടുക്കണം. അവനങ്ങനെ നൂഡിൽസ് കൊടുക്കാറില്ല, മാഗി ആയിട്ട്. ആൻഡ് യാ
അപ്പോൾ ഞാൻ ഒന്ന് വൃത്തിയാക്കട്ടെ, പിന്നെ ഹൂവർ ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്നും ഞാനിപ്പോൾ വീഡിയോ എടുക്കില്ല, പക്ഷേ ഞാൻ സൂൺ വീഡിയോ എടുക്കാം. ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഉള്ള ഗിംബലിൽ അങ്ങനെ മര്യാദക്ക് യൂസ് ചെയ്യാൻ അറിയില്ല. പിന്നെ എൻ്റെ ഉള്ളത് ഞാൻ മാറ്റി വെച്ചേക്കണേ, അത് കണ്ടുപിടിക്കണം ഇവിടെ വെച്ചേക്കണേന്നൊക്കെ. അപ്പോൾ അതൊക്കെ ആവുമ്പോഴേക്കും ഞാൻ ക്ലീൻ ചെയ്യണതും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങാം. ഇപ്പോൾ എനിക്ക് ശീലമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ. ആൻഡ് ഇത്രയ്ക്കുള്ള ഞാൻ റൈസും പിന്നെ ഞാൻ ഇപ്പോൾ ഒരു കുക്കി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചേ, ഓട്സ് കുക്കി. അത് ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിടാം അല്ലേ, സെപ്പറേറ്റ് വീഡിയോ ഇട്ടിടാം. അപ്പോൾ ഞാൻ ഇപ്പോൾ റൈസ് വെച്ചേക്കണേന്, പിന്നെ സാക്കൂനും നൂഡിൽസും. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കുക്കി ഉണ്ടാക്കുമ്പോൾ ഞാൻ വേറെ വീഡിയോ ഇട്ടിടാം.